റിയാസിൻ്റെ കാര്യത്തിനകത്ത് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ ഇനിയും റീൽസ് ചെയ്യും. റീൽസിൽ നിന്ന് പിന്നോട്ട് പോയില്ല, പാർട്ടി നിർദ്ദേശമുണ്ടെന്നാണ് പറയുന്നത്. അതായത് വലിയൊരു വീഴ്ച വന്നു, ആ വീഴ്ച എല്ലാത്തിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കുന്ന ആളാണ്. പക്ഷേ വീഴ്ചയുടെ മാത്രം പിതൃത്വം ഏറ്റെടുക്കാനില്ല. സ്മാർട്ട് റോഡിൻ്റെ വരെ, അതായത് യാതൊരു ബന്ധവും PWD ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത സ്മാർട്ട് റോഡിൻ്റെ വരെ പിതൃത്വം റിയാസ് ഏറ്റെടുത്തിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എന്താകും സാർ? പ്രിയൻ, നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും വീഴ്ചയുടെ പിതൃത്വം ഏറ്റെടുക്കുമോ? ആരെങ്കിലും ഇല്ല. അത് സമൂഹം അങ്ങനെയാണ്. ഇപ്പം റിയാസിന് ഒരുപാട് ട്രോളുകൾ വരുന്നു, റിയാസിന് വിമർശനം ഉണ്ടാകുന്നു. അതിൻ്റെ കാരണം തുടക്കം മുതലുണ്ട്. റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചപ്പോൾ മുതൽ തുടങ്ങി. രണ്ടാമത് ആദ്യ MLA സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ അവിടെ മന്ത്രിയാക്കിയതിലും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തതിലും അണികൾക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വിമർശനങ്ങൾ വരാനൊരു കാരണമാരാ? മുഖ്യമന്ത്രിയാണ്. വഴിവിട്ട നിയമനം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനെ മന്ത്രിയാക്കുന്നതിൽ തെറ്റില്ല, മരുമകനാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തുകൊണ്ട് ഒരു മന്ത്രിസഭയിലെ രണ്ടാമനാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ പേരുദോഷം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇവിടെ പൊതുവേ ചെറുപ്പക്കാരനായ എന്ന് വേണമെങ്കിൽ നമുക്ക് വിവക്ഷിക്കാം. റിയാസ് ന്യൂജൻ സോഷ്യൽ മീഡിയ അതുപയോഗിച്ച് ഒരുപാട് റീൽസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് പാർട്ടി പറഞ്ഞിരിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഇവിടെ ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ അവിടെ പോയി റീൽസ് എടുത്തു. ഇതെല്ലാം കേരള മന്ത്രിസഭയുടെ, കേരള ഭരണത്തിൻ്റെ LDF മന്ത്രിസഭയുടെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റീൽസ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഇല്ലാത്ത കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക. ഏതെങ്കിലും കൊച്ചിൻ്റെ എന്നല്ല, ഇല്ലാത്ത കൊച്ചിൻ്റെ, ഉണ്ടാവാത്ത കൊച്ചിൻ്റെ. അപ്പോൾ അത് റിയാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊരു പൊളിറ്റിക്കൽ കറപ്ഷൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല. ഒരാൾ പറഞ്ഞത് ശരിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ അല്ലാത്ത മകൻ്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു കോമഡി ഇതിലുണ്ട്. അത് പോട്ടെ. ഇവിടെ 25% സ്ഥലബലിയുടെ കൊടുത്തിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും കൊടുത്തിട്ടില്ല, എന്നാൽ കൊടുത്ത സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ അത് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ സ്ഥലവില കൂടുതലുള്ളതുകൊണ്ട്. ഭയങ്കരമായി അറിയാമല്ലോ ഇവിടുത്തെ സ്ഥലം. അതുകൊണ്ട് 25% സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചത് അതൊരു വലിയ കാര്യമാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഇത് ജനങ്ങളുടെ പണമല്ലേ? ജനങ്ങളുടെ നികുതി പണവും അല്ലെങ്കിൽ കേരളത്തെ കാണിച്ചുകൊണ്ട് കടമെടുക്കുന്ന പണമല്ലേ ഈ കൊടുക്കുന്നത്? അത് എൻ്റെ മിടുക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രിയൻ്റെ കയ്യിൽ നിന്നും 1000 രൂപ മേടിച്ചിട്ട് 800 രൂപ ഒരാൾക്ക് ദാനം കൊടുക്കും. അതെങ്ങനെ എൻ്റെ മിടുക്കാം? പ്രിയൻ്റെ പണമല്ലേ? അപ്പോൾ ഈ റീൽസ് എടുക്കുന്നതും എൻ്റെ വിജയമാണെന്ന് പറയുന്നതും അത് തന്നെ തെറ്റ്. അന്ന് ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റ്. എന്നാൽ ഇപ്പോൾ റോഡുകളെല്ലാം തകർന്നു. അതിലേക്ക് വരുമ്പോൾ പിതൃത്വം ഏറ്റെടുക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആരും ഒരു തെറ്റിൻ്റെയോ ഒരു വീഴ്ചയുടെയോ പിതൃത്വം ഏറ്റെടുക്കില്ല. അത് മറ്റാരുടെയെങ്കിലും തലയിൽ വെക്കും. അതാണ് സ്വാഭാവികമായ രീതി. അത് തന്നെ റിയാസും ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ UDFും അല്ലെങ്കിൽ പ്രതിപക്ഷവും BJP ഒക്കെ ചോദിക്കുന്നത്, ഇതുവരെ ഇല്ലാത്ത കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുത്തല്ലോ, പിന്നെ എന്താണ് ആ കൊച്ച് മരിച്ചപ്പോൾ അതെൻ്റെതല്ലെന്ന് പറയുന്നത് എങ്ങനെ? ഇതാണ് അവരുടെ ചോദ്യം. അവർ രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്ന് വേണമെങ്കിൽ CPMന് പറയാം. അങ്ങനെ തന്നെ ഞാനും പറയും, രാഷ്ട്രീയ ആരോപണമാണ്. ഇനി ആക്ച്വലി സംഭവിച്ചതെന്താണ്? ഹൈവേ എന്ന് പറയുന്നത്, NH66 എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ 25% കൊടുത്തു. അതോടെ കേരളത്തിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിൻ്റെ പണിയുടെ മേൽനോട്ടം വഹിക്കേണ്ടതും അവർ കേന്ദ്ര ഏജൻസി കൊടുത്ത, കേന്ദ്ര സർക്കാർ കൊടുത്ത കരാർ കമ്പനിയാണ്. അവർ ആ പണി തീർത്തു. നമ്മൾ ഈ വാഴപ്പിണ്ടിയെ പെയിൻ്റ് അടിക്കുന്ന പോലെയാണ്. ആദ്യം കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ടാവും. ആ ഭംഗി, ആ വാഴപ്പിണ്ടി ചീഞ്ഞു തുടങ്ങുമ്പോൾ ആ പെയിൻറ്റ് പൊളിയും എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഹൈവേക്ക് സംഭവിച്ചത്. ഇതിൽ നമ്മുടെ ശ്രീധരൻ, മെട്രോമാൻ ശ്രീധരൻ തലച്ചോറിലെ ആളാണ്. ഈ പ്രായത്തിലും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം മണ്ണ് പരിശോധനയാണ്. നമ്മളൊരു ചെറിയ വീട് വെച്ചാൽ പോലും അവിടെ ആ സ്ഥലം പരിശോധിക്കില്ലേ? അവിടുത്തെ മണ്ണിൻ്റെ ഉറപ്പത്ര മാത്രമുണ്ട്, പൈലിങ് വേണം, ഇത് ചെയ്യാറ്. അത് ചെയ്തില്ല. വയലിൽ കൂടെയൊക്കെയാണ് ഈ റോഡ് പോയിരിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം ചെയ്തില്ല.
അതിന് ഞാൻ കേന്ദ്ര ഭരണത്തെയും കേരള ഭരണത്തെയും കുറ്റം പറയില്ല. ഇവർ കരാറേൽപ്പിച്ച ഏജൻസി അവർ തലയ്ക്ക് വെളിവില്ലാത്തവരെ അല്ലെങ്കിൽ അറിവില്ലാത്തവരെ ആ പണി ഏൽപ്പിച്ചു. മെട്രോമാൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധന നടത്തിയില്ല. 2 നീരൊഴുക്കുള്ള സ്ഥലമാണ്. അവിടെ എത്രമാത്രം മണ്ണിട്ട് ഉറപ്പിച്ചാലും വീണ്ടും വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കും. അതിന് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് മെട്രോമാൻ പറയുന്നു, വിവരമുള്ളവരൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഇത് മാറ്റിവെച്ചിട്ട് ഈ ഏജൻസി കൊടുത്ത അല്ലെ കരാറ് കൊടുത്ത ആ ഏജൻസിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് ഇത് സമൂലമായി മറ്റൊരു ഏജൻസിക്ക് കൊടുക്കുക, മറ്റൊരു കരാർ കമ്പനിക്ക് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം കരാർ കമ്പനിയിലെ 2 പേരെ ഒഴിവാക്കി അവർക്ക് സസ്പെൻഷൻ കൊടുത്തു അല്ലെ അവരെ മാറ്റി നിർത്തി എന്ന് പറയുന്നത് ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. ഇതിനാണ് കേരള ഭരണകൂടം ഈ റിയാസ് അടക്കം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത്. ഇത് കരാർ കമ്പനിയെ മാറ്റണം. അത് ചെയ്യുന്നില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക് പ്രയോഗങ്ങളാണ്. ഇപ്പോൾ റിയാസ് പറഞ്ഞു ഞാൻ ഇനിയും റീൽസ് ഇടും. ഇത് വളരെ പരിഹാസ്യമായിട്ടാണ് എനിക്ക് പേര് വേണ്ടിയിട്ട് ഇപ്പോൾ റീൽസ് റിയാസ് റീൽസ് റിയാസ് എന്നാക്കിയിട്ടുണ്ട്. എനിക്ക് പരിഹാസമാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ അതിലൊരു അന്തസ്സ് വേണം. അത് ഞാൻ നേരത്തെ റീൽസ് എടുത്തു, ഞാൻ ഇനിയും റീൽസ് എടുക്കും എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ നിന്നും മാറാൻ തയ്യാറല്ല. പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എന്താണ് പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൻ്റെ ഒരു വിജയം, ഒരു സക്സസ്, അതിന് റീൽസ് ഇടട്ടെ. പണം വ്യയം ചെയ്തത് ജനങ്ങളുടെ നികുതിപ്പണമാണെങ്കിലും കടം മേടിച്ചാണെങ്കിലും അത് ബുദ്ധിപൂർവ്വം ചെയ്തു, വിനിയോഗിച്ചു എന്ന് വന്നാൽ അത് റീൽസ് ഇടട്ടെ. അതിൽ തെറ്റില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാനവീയത്തിലൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, മാധ്യമങ്ങളിലൊക്കെ ചർച്ചയുണ്ടായിരുന്നു. അതായത് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി മാത്രം ഉദ്ഘാടനത്തിന് വരുന്നു. ഫ്ലെക്സുകൾ അവിടെ ഫ്ലെക്സ് വെച്ചു. ഇതിന് രാജേഷിന് മുറുമുറുപ്പുണ്ടായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ് റോഡുകൾ. ആ മിനിസ്റ്ററായ രാജേഷിനെ വിളിച്ചിട്ടില്ല. ഇവിടെയാണ് ജനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് മരുമകനെ അടുത്ത സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമ്മായിച്ചൻ കാണിക്കുന്ന വികൃതിത്തരങ്ങളാണ്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാണ് കരുതിയത്. എന്തായാലും മരുമകനും അമ്മായിച്ചനും കൂടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മായിച്ചന് പനി. ഇത് രാജേഷിനെയോ അല്ലെങ്കിൽ അതിന് മുറുമുറുപ്പുണ്ടാക്കിയവരെയോ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരു പനിയും ഉണ്ടായിട്ടല്ല. ഇനി പനി ഉണ്ടാവില്ലോ എന്ന് നിനക്കറിയാവോ എന്നാരെങ്കിലും വന്ന് കമൻറ്റ് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അതിനടുത്ത ദിവസം ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് പനിയോ കാര്യങ്ങളോ. പിന്നെ 78 വയസ്സായ മനുഷ്യന് ക്ഷീണം ഉണ്ടാവും. എന്നാലും മാനവീയം വരെ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്ത ക്ഷീണമൊന്നുമല്ല. ഇനി അതിനടുത്ത ദിവസം കോഴിക്കോട് നടന്ന 4ാം വാർഷികത്തിൻ്റെ ആഘോഷത്തിൽ മരുമകനാണ് മധുരം കൊടുക്കുന്നത്. അതുപോലെ ഞാൻ ബുദ്ധിയില്ലായ്മ എന്നാണ് പറയുന്നത്. കാരണം അവിടെ കടന്നപ്പള്ളി രാമേന്ദ്രനുണ്ട്, സീനിയറായിട്ടുള്ള ആളുകളുണ്ട്. മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. ഇപ്പോൾ റിയാസ് ചെറുപ്പമാണ്, അയാൾക്ക് അതിന് ബോധമില്ല എന്ന് വിചാരിക്കുക. മുഖ്യമന്ത്രി പറയണം, രഹസ്യമായിട്ട് പറയണം. ആദ്യം കടന്നപ്പള്ളി തരട്ടെ, സീനിയേഴ്സ് എന്നിട്ട് അവസാനം ഇയാൾ തന്നോട്ടെ. ഇയാൾ കൊടുക്കാതിരിക്കുകയാണ് മാന്യത. അതെ, കാരണം സ്വന്തം അമ്മായിയച്ഛനാണ്. നമ്മളൊരു വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ മധുരം കൊടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഇതൊരു പൊതു സദസ്സിൽ വെച്ച് അമ്മായിയച്ഛന് മരുമകൻ കൊടുക്കുന്നു. അത് ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ, 4ാം വാർഷികാഘോഷം. എന്ത് പുണ്ണാക്കാണ് വാർഷികം? ഈ വാർഷികം നടത്താൻ വേണ്ടി എന്താണ് ഇവിടെ ചെയ്തത്? ഞാൻ പറഞ്ഞത് ഈ റോഡുകൾ നന്നായി എന്ന് പറയുമ്പോഴും ഇപ്പം NH-66 കാര്യമല്ല ഞാൻ പറയും. അതിടിഞ്ഞു താന്നു പോയി അതിന്. പക്ഷേ റിയാസ് പറയുന്നത് എന്താ? 6 മാസത്തിനകം അല്ലെങ്കിൽ 1 വർഷത്തിനകം ഇത് പൂർണ്ണമാക്കി രാജ്യത്തിന് സമർപ്പിക്കും. അത് ഇയാൾക്ക് പറയാനുള്ള യോഗ്യത എന്താണ്? അത് കേന്ദ്ര സർക്കാരല്ലേ പറയുന്നത്. അതെ. അപ്പോൾ LDFും UDFും BJPയും എതിര് പറയുന്നത് സർക്കാരിൻ്റെ വിജയത്തെ ജനങ്ങളുടെ മുമ്പിൽ മറച്ചു പിടിക്കാനാണ്. അതായത് ഇനി 2 ലക്ഷം വരികയാണ്.
അതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ വരും. അതിൽ LDF നാണം കെടുത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷവും BJP ഇത് പറയുന്നത് എന്നാണ് റിയാസ് പറയുന്നത്. അതിലൊരർത്ഥവുമില്ല. പ്രതിപക്ഷമാണെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കണം. ഇനി പ്രതിപക്ഷമാകാനോ അല്ലെങ്കിൽ ഭരണപക്ഷമാകാനോ പ്രതീക്ഷിക്കുന്ന BJPയും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. വിമർശനങ്ങൾ എപ്പോഴും നല്ല മനസ്സോടെ സ്വീകരിക്കണം. അതല്ലാതെ അവർ രാഷ്ട്രീയ വിമർശനം നടത്തുന്നു, ഞങ്ങളോട് പക പോക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. വിമർശനം നന്നാവാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനന്ന് റീൽസ് ചെയ്തു, പക്ഷേ ആ റോഡ് ഇടിഞ്ഞു പോയി. അതിൽ കേന്ദ്ര ഭരണത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കരാർ ഏജൻസിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഞങ്ങളും കൂടെ ഉൾപ്പെട്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കും. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു മനുഷ്യൻ വലുതാവും. ഇത് മുഹമ്മദ് റിയാസും പറയണം, മുഖ്യമന്ത്രി പറയണം, കേന്ദ്രമന്ത്രിയും പറയണം. കേന്ദ്രമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ന്യായം. പക്ഷേ വീണ്ടും വീണ്ടും ഗീർവാണമടിക്കാൻ LDF മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ കേരള സർക്കാരിന് എന്ത് നേട്ടമാണുള്ളത്? അതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.